ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം ഈ മാറി മാറി വരുന്ന ഈ കാലാവസ്ഥയിൽ ഇപ്പം ജലദോഷമായിട്ടോ പനിയായിട്ടോ മൂക്കൊലിപ്പായിട്ടോ ഇങ്ങനെ വളരെയധികം ആൾക്കാരെ പിന്തുടരുന്നുണ്ട്. എത്രയേറെ മരുന്ന് കഴിച്ചിട്ടും അത് വീണ്ടും വീണ്ടും ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് കുറയുന്നു എന്നുള്ളതല്ലാതെ അത് പെർമനൻ്റ് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല. അതിന് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് നമ്മുടെ രസം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂടോടുകൂടി കുറച്ച് രസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മ്യൂക്കസ് മെമ്പറൈൻ്റെ അത് അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തിനെയൊക്കെ അലിയിച്ച് അത് പുറത്തേക്ക് കളയാനായിട്ട് വളരെയധികം സഹായിക്കും. പക്ഷേ ഈ രസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്തരം ഞാൻ ഈ പറയുന്ന ഈ കൂട്ടുകളൊക്കെ ഇട്ട് വേണം നമ്മൾ രസം ഉണ്ടാക്കാനായിട്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പുളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, തക്കാളി, തോരപ്പരിപ്പ്, അതുപോലെ തന്നെ ഉലുവ, മല്ലി, മുളക്, കടുക്, കറിവേപ്പില, മല്ലിയില, നമ്മുടെ കായപ്പൊടി, അതുപോലെ തന്നെ വെളിച്ചെണ്ണ. ഇത്രയും സാധനമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഓരോ സ്ഥലത്തിലെ ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് ചിലർക്ക് എരിവ് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് ഉലുവയായിരിക്കും കൂടുതൽ ഇടുക, ചിലർ അതുപോലെ തന്നെ മല്ലിയിലയായിരിക്കും കൂടുതൽ ഇടുക. അത് നമ്മുടെ ഓരോരുത്തരുടെ ആ പ്രദേശത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് അത് ഇതിൻ്റെ ഏറ്റക്കുറച്ചിൽ വരാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ആ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മുടെ ഈ രസത്തിനെ നമ്മുടെ ജലദോഷപ്പനിയിൽ നിന്ന് ഒഴിവാക്കുന്നത് കേട്ടോ. ഇത്രയും ഗുണങ്ങളുള്ള ഈ രസം എന്നാൽ പിന്നെ എല്ലാവർക്കും അങ്ങ് കഴിച്ചേക്കാം എന്ന് വെക്കരുത്. അതിനും ചില പ്രത്യേകതകളുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ വയറിൻ്റെ അകത്ത് അൾസറിന്റെ പ്രോബ്ലം ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ രസം കഴിക്കുമ്പം അതിൽ കുരുമുളകിന്റെ അളവ് വളരെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ അത് നമ്മുടെ വയറിന്റെ അകത്ത് എരിച്ചിലും പോച്ചിലും കൂടാനും അതുപോലെ ലൂസ് മോഷൻ ആവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് വിട്ടുമാറാത്ത ചുമയോ അല്ലെങ്കിൽ ജലദോഷമുള്ള ആളുകൾ നിങ്ങൾ വളരെയേറെ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രസപരീക്ഷണം ഒന്ന് നടത്തി നോക്കുക കേട്ടോ.